ഇന്നത്തെ ദിവസം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡെറ്റ്, കടം. ഹൗ മച്ച് ലോൺ ഈസ് ടു മച്ച് ലോൺ? ശരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ലോൺ എന്ന് പറഞ്ഞാൽ തന്നെ ടു മച്ചാണ്. എൻഡ് ഓഫ് ദ ഡേ നമ്മളത് റീപേ ചെയ്തേ പറ്റും. അപ്പോൾ ലോൺ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും എപ്പോഴും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ. കടങ്ങളിൽ അകപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താ ചെയ്യാൻ പറ്റുക? എൻ്റെ ഡെറ്റിനെ കുറിച്ചിട്ട്, എൻ്റെ കടത്തിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ടൊരു ഐഡിയ ഉണ്ട്. 90% ആളുകൾക്ക് ഇത് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം നമ്മൾ ആരും ഇത് എഴുതി വയ്ക്കില്ല. ഞാനിപ്പോൾ ഫ്രണ്ട്സിനോടാണെങ്കിൽ ചോദിച്ചാൽ പോലും ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയും. സർ, കടത്തിൽ തന്നെ ഗുഡ് ഡെറ്റ് ആൻഡ് ബാഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി ഉണ്ടല്ലോ. ഞാനൊരു കടം എടുക്കുന്നത് കൊണ്ട് ഞാൻ എന്തിനു വേണ്ടിയാണോ കടം എടുക്കുന്നത് അതെനിക്ക് പോസിറ്റീവായിട്ട് ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഗുഡ് ഡെറ്റാണ്. എത്ര വരെ ആ വ്യക്തിക്ക് ലോൺ എടുക്കാൻ പറ്റും? എന്തെങ്കിലും പെർസെൻറ്റേജ് വൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഐഡിയലി എല്ലാവരും പറയുന്ന ഒരു 40% എന്നാണ്. ഞാൻ പിന്നെയും കുറച്ചും കൂടി 10% താഴെ വന്നിട്ട് ഞാൻ 30% എന്ന് പറയും. ഓക്കെ. കാരണം ഒരു 30% ആണ് എൻ്റെ EMIs, ഒരു 30% ആണ് എൻ്റെ എക്സ്പെൻസ്. ഓക്കെ. 40% ഞാൻ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്രെഡിറ്റ് സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് ബാങ്ക് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നിശ്ചയിക്കുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹോം ലോൺ എടുക്കാൻ റൈറ്റ് ടൈം ഏതായിരിക്കും? മറക്കാതെ കാണുക സമ്പത്തിന്റെ വഴി. ഒക്ടോബർ 24 വെള്ളിയാഴ്ച രാവിലെ 11:30 നിങ്ങളുടെ സ്വന്തം മൈഫിൻ TV-യിൽ.